കേരളത്തിൻ്റെ വികസനത്തിൽ കിഫ്ബി നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബിയുടെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടിങ്ങിൻ്റെ സഹായമായി കേരള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ തീരദേശ പാത, അതുപോലെ തന്നെ ദേശീയ ജലപാത, ഇതുകൂടാതെ എൻ്റെ മണ്ഡലത്തിലെ 8 സ്കൂളുകൾ, 5 കോളേജുകൾ, അതുകൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ചില നവീകരണ പ്രവർത്തനങ്ങൾ, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില കുടിവെള്ള പദ്ധതികൾ, ഇതിനൊക്കെ പുറമേ തീരസംരക്ഷണത്തിനായി ജിയോ ട്യൂബ് സ്ഥാപിക്കൽ, അതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ, ചില ജംഗ്ഷനുകളുടെ ഇമ്പ്രൂവ്മെൻറ്റ്, മത്സ്യച്ചന്ത നവീകരണം, ഇങ്ങനെ ഏതാണ്ട് തീരദേശ ജലപാതയും നമ്മുടെ തീരദേശ പാതയും കൂടാതെ തന്നെ, ഹൈവേയും കൂടാതെ തന്നെ 400 കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതുമായ പദ്ധതികൾ. ഇപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മാത്രം 400 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായി തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ തിരുവല്ല മുതൽ ഏതാണ്ട് കൊച്ചുവേളി വരെയുള്ള പാർവതി പുത്തനാറിൻ്റെ നവീകരണം, അതിൻ്റെ നവീകരണത്തിനുള്ള ജലപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ കുമരിച്ചന്ത മുതൽ വേളി ടൂറിസ്റ്റ് വില്ലേജ് വരെയുള്ള ഏതാണ്ടൊരു 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് വീതി കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ 8 സ്കൂളുകൾ, UPS ഭീമാപ്പള്ളി, ഗവൺമെൻറ് TTI മണക്കാട്, LPS കോട്ടൺ ഹില്ല്, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ കോട്ടൺ ഹില്ല്, ഗവൺമെൻറ് തമിഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാല, GHS ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാട്, മോഡൽ ഹൈസ്കൂൾ തൈക്കാട്, SMB ഹയർ സെക്കൻഡറി സ്കൂൾ ഓവർബ്രിഡ്ജ്, ഇങ്ങനെ 8 സ്കൂളുകളിലേക്കായി ഏതാണ്ട് 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് പലതും.
കോളേജുകൾ 4 കോളേജുകളിലാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ 4 കോളേജുകളിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 50 കോടി രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, സംസ്കൃത കോളേജ്, വിമൻസ് കോളേജ്, ആർട്സ് കോളേജ് എന്നീ 4 കോളേജുകളിലെ ഏതാണ്ട് 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ വരുന്ന റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ മെയിൻ തിരുവനന്തപുരം നഗരത്തിലെ അതിനായി 77.86 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നെയ്യാർ ഓൾട്ടർനേറ്റീവ് സ്കീം അതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 206.96 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും സുഗമമായി തിരുവനന്തപുരം നഗരത്തിൽ 24 മണിക്കൂറും സുഗമമായി വെള്ളം കിട്ടുന്നതിനുമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൈസ ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ തീരസംരക്ഷണത്തിനായി പൂന്തറയിൽ ജിയോ ട്യൂബ് സ്ഥാപിക്കുന്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഏതാണ്ട് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകാനാണ്. അത് 20.78 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂന്തറയുടെ മത്സ്യച്ചന്ത നവീകരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ഏറ്റവും ആധുനികമായ മത്സ്യച്ചന്തയായി നവീകരിക്കുന്നതിനായി 2.38 കോടി രൂപയുടെ പ്രവർത്തനം പൂർത്തിയാകാറായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷനായി ട്രിഡയുമായി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കിഫ്ബിയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ DPI ജംഗ്ഷൻ അതിൻ്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സമാനതകളില്ലാത്ത വികസനമാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്രയും പരിപാടികൾ നടക്കുന്നത്. ഇതുകൂടാതെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി, ഗവൺമെൻറ് ഇതര പദ്ധതികൾ, കോർപ്പറേഷൻ്റെ പദ്ധതികളൊക്കെ വേറെയാണ്. കിഫ്ബിയുമായുള്ള കിഫ്ബി ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടെ മാത്രമാണ് ഏതാണ്ട് ഇത്രയും തീരദേശ ജലപാതയും തീരദേശ ഹൈവേക്കും പുറമേ 400 കോടിയിൽ പരം രൂപയുടെ പദ്ധതിയാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ ജലപാതയും തീരദേശ ഹൈവേയും കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ കോവളം ബേക്കൽ ജലപാതയും തീരദേശ ഹൈവേയും കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു വലിയ ഒരു മാറ്റമാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ഈ ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. കിഫ്ബിയുമായി കാലാകാലങ്ങളിൽ ആശയവിനിമയം നടത്തുകയും കിഫ്ബിയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഏതാണ്ട് 2 മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ കിഫ്ബി ഉദ്യോഗസ്ഥന്മാരും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസികളും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും അധികൃതരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ 3 മാസത്തിലൊരിക്കൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ റിവ്യൂ നടത്തി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് MLA എന്ന നിലയ്ക്ക് ഞാനും ബന്ധപ്പെട്ട എല്ലാ ഇരുന്നുകൊണ്ട് നിരന്തരമായി ഇത് റിവ്യൂ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു പിന്തുണയാണ് കിഫ്ബിയിൽ നിന്നും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു വലിയ തുക മുടക്കി നമുക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനം നിലവിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഇപ്പോൾ രാജ്യത്തിനാകെ കിഫ്ബി മാതൃകയായിരിക്കുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. 25 വർഷം പൂർത്തിയാകുമ്പോഴും ആരംഭ ദിശയിലെ ചില ബാലാരിഷ്ടതകൾ കടന്ന് ഇപ്പോൾ യൗവനത്തിലേക്ക് എത്തി നിൽക്കുന്നു കിഫ്ബി. 25 വർഷം കൊണ്ട് നമുക്കറിയാം കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതികൾ കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റെടുക്കാനും നല്ല ഗുണനിലവാരമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കിഫ്ബിയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വ്യാപൃതരായിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കിഫ്ബിയോടൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിനായി നമുക്കെല്ലാം പങ്കാളികളാകാം.
രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.